പ്രാക്കുളം മനക്കലേലായിൽ ഇനി പൊൻകതിർ വിരിയും. 15 വർഷമായി തരിച്ചു കിടന്ന ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. കുടുംബശ്രീ യൂണിറ്റുകളുടെയും തൃക്കരുവ കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത്. സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി കൃഷി ചെയ്യാൻ ഭൂമി നൽകുകയായിരുന്നു. ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് നെൽകൃഷിക്കായി ഉപയോഗിക്കുന്നത്. 110 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന വിത്തിനമാണ് ഉമ. നാഷണൽ സീഡ് കോർപ്പറേഷനാണ് കൃഷിക്കായി വിത്ത് സബ്സിഡി നിരക്കിൽ നൽകിയിരിക്കുന്നത്. കൃഷി സർവീസ് സഹകരണ സൊസൈറ്റി കൃഷിക്കാവശ്യമായ വളവും പ്രാക്കുളം പാടശേഖര സമിതി നിലം ഉഴുന്നതിനായി ട്രാക്ടറും നൽകി. കൃഷിഭവൻ 20,000 രൂപ ധനസഹായവും നൽകി. ഞാറുനടിയിൽ ഉത്സവാഘോഷത്തോടെയാണ് തുടക്കമിട്ടത്. നടിയിൽ ഉത്സവം കാണാൻ LP സ്കൂൾ കുട്ടികളും എത്തിയിരുന്നു. ഇവർ പാടിയ ഞാറ്റുപാട്ടിന്റെ താളത്തിനൊത്ത് നടിയിൽ നടന്നത് ആകർഷകമായി. കുടുംബശ്രീ പ്രവർത്തകരും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും ചേർന്നാണ് കൃഷിപ്പണികൾ നടത്തുന്നത്. ഇവർക്ക് നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനവും നൽകിയിട്ടുണ്ട്. തരിശായി കിടന്ന പാടത്ത് ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിലാണ് കൃഷി ഇറക്കാൻ പാകത്തിൽ ഏല വൃത്തിയാക്കിയത്. നെൽകൃഷി വിജയം കണ്ടാൽ തരിശായി കിടക്കുന്ന മറ്റേലകളും പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുമെന്ന് തൃക്കരുവ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ അരവിന്ദാക്ഷൻ പിള്ള പറഞ്ഞു. 15 വർഷത്തോളമായിട്ട് തരിശായി കിടക്കുകയായിരുന്നു ഈ നിലം. അപ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് സർക്കാരിൽ നിന്നും സ്ത്രീ സംഘങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് സബ്സിഡി അനുവദിച്ചത് കൊണ്ട് കൃഷിക്കാരെല്ലാം കൂടെ വിളിച്ചുകൂട്ടി കുടുംബശ്രീയും തൊഴിലുറപ്പിലെയും തൊഴിലാളികളെ കൊണ്ട് കൃഷി ഇറക്കാം എന്നുള്ള ഒരു ആത്മധൈര്യത്തിൽ പണി ആരംഭിക്കുകയായിരുന്നു. നടിയിൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ബാബു നിർവഹിച്ചു. നിരവധി നാട്ടുകാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.